ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വൈൻ ഉണ്ടാക്കാൻ വേണ്ടി നന്നാക്കി ക്ലീൻ ചെയ്ത് പീസസ് ആക്കി മുറിച്ച് വച്ചിരുന്ന ചാമ്പങ്ങയാണ്. ഈ ചാമ്പങ്ങയാണ് ഞാൻ ഇന്ന് സ്ക്വാഷ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. സ്ക്വാഷ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ സ്റ്റൗ ഒന്ന് ഓണാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു ലെമൺ ജ്യൂസാണ്, ഒരു ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബോയിലായ ഷുഗർ സിറപ്പ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസ് മാത്രമേ അതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ക്യാരമലൈസ് ആകുകയില്ലെന്ന് മാത്രമല്ല, നല്ല ഫ്ലേവർ കിട്ടും, അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ നമ്മുടെ ചാമ്പയ്ക്ക മൊത്തം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യൂബ്സ് ബീട്രൂട്ടാണിത്. ബീട്രൂട്ട് ഒരു സ്ലൈസാണിത്. അതിനെ ക്യൂബ്സ് ആക്കിയിട്ട് അതുകൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ചാമ്പയ്ക്കയുടെ വേവിച്ച് കഴിയുമ്പോൾ അതിനൊരു കളറ് കിട്ടാനാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം മാത്രം, ജസ്റ്റ് ചാമ്പയ്ക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ജസ്റ്റ് വേവാൻ വേണ്ടി 1 കപ്പ് വെള്ളം മാത്രം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചാമ്പയ്ക്കയെ കുക്കറിൽ 2 വിസിൽ കേൾക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിത് തുറക്കാം. ഇതപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക കുക്കറിൽ 2 വിസിലടിച്ചിട്ടുണ്ട്. ചാമ്പയ്ക്കയുടെ കളറെല്ലാം പോയത് കണ്ടോ? അത് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് വെളുത്ത കളറിലേക്ക് എത്തിയേ. ബീട്രൂട്ടിന് മാത്രമേ ഇപ്പോൾ കളറുള്ളൂ കേട്ടോ. നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന വെള്ളം ഒന്ന് നോക്കിയിട്ട് വരാം. വെള്ളത്തിനും വലിയ കളറൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ചൂടുണ്ട് ചെറുതായിട്ട്, പക്ഷേ കുക്കർ നോർമലി അതിൻ്റെ പ്രഷർ മുഴുവൻ പോയിട്ട് ഞാൻ തുറന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതാ ഇവിടെ മിക്സിയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരച്ചെടുത്ത ടോട്ടൽ എമൗണ്ട്. ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടില്ല. ഇനി ഇതിനെ നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് വെച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു തവി വെച്ച് കോരി ഈ സ്ട്രെയിനറിലേക്ക് ഒഴിക്കുകയാണ്. ചെറിയ ചൂടും കൂടി ഉണ്ട് ഇതിന്, അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഇത് ആക്ച്വലി സ്ട്രെയിനർ അല്ലാണ്ട് നിങ്ങൾക്ക് തുണിയിൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ശരിക്കും നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു തുണിയൊന്നും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഇങ്ങനെ സ്ട്രെയിനറിൽ ഒഴിക്കാമെന്ന് വെച്ചു. അതിനിടയിലൊന്ന് പറയട്ടെ, ചാമ്പയ്ക്ക എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ചാമ്പയ്ക്ക. പക്ഷേ ആക്ച്വലി ചാമ്പയ്ക്ക വൈറ്റമിൻ സി ഒത്തിരി ഉള്ളതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ക്യാൻസറസ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിനെയൊക്കെ നന്നായി തടയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഡയബറ്റിക് ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അതായത് ഒട്ടും അതിൻ്റെ ആ ഷുഗർ ഡയബറ്റീസിനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേയേറെ ഗുണങ്ങളുള്ളതാണ് ചാമ്പയ്ക്ക. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ അത് പാഴാക്കി കളയാതെ എങ്ങനെയെങ്കിലും ഒക്കെ പല ഫോംസിലാക്കി അത് യൂസ് ചെയ്യാൻ നോക്കുക. ഞാനിനി പറ്റിയാൽ ചാമ്പയ്ക്കയുടെ വീണ്ടും എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നടക്കുമെന്നുള്ള ഉറപ്പൊന്നുമില്ല, എങ്കിലും പറ്റിയാൽ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അടുത്ത ഇതുണ്ടാക്കുമ്പോൾ അതും കൂടി ഞാൻ ചെയ്തിടാം.
അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാൻ ഈ സ്ട്രെയിനറിൽ ഒഴിച്ചിരുന്നത് ഇത്രയും നേരം ഞാൻ ഇളക്കിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അതിനകത്ത് സ്ട്രെയിൻ ആയിട്ടുണ്ട്. ദേ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇത് സ്ട്രെയിനായി വരുന്നത്. ഇനി ഞാനിത് കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഞാനിത് ആക്ച്വലി ഒരു 3 പ്രാവശ്യം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്ട്രെയിൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ വേസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ടൈം സ്ട്രെയിൻ ചെയ്തു. ഇതാണ് സെക്കൻഡ് ടൈമിൽ കിട്ടിയ വേസ്റ്റ്. ഈ അരിപ്പയിലിരിക്കുന്നതാണ് തേർഡ് ടൈമിലെ വേസ്റ്റ്. അങ്ങനെ ഞാൻ 3 പ്രാവശ്യം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി കിട്ടിയിരിക്കുന്ന എൻഡ് പ്രോഡക്റ്റാണ് ഇത്. ഇതിനപ്പോൾ അധികം കട്ടിയൊന്നുമില്ല. ഇങ്ങനെ ഞാൻ അധികം കട്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം സ്ട്രെയിൻ ചെയ്തത്. ഒത്തിരി പ്രസ് ചെയ്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്തായിട്ട് നമുക്ക് ഈ സ്ട്രെയിൻ ചെയ്തെടുത്ത ഈ ചാമ്പയ്ക്ക ഇത് നമ്മളിത് ഈ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് കൂടി മിക്സ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഇത് ചൂടാക്കുന്ന പ്രോസസ്സൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സായി ശരിക്കും നല്ലൊരു സ്ക്വാഷ് ആയിട്ടുണ്ട്. ശരിക്കും ഒരു മുന്തിരി ജ്യൂസിൻ്റെ ഒരു കളറില്ലേ, അത് നമ്മുടെ ബീറ്റ്റൂട്ടാണ് കേട്ടോ ആ ഒരു കളർ കൊണ്ടുവരാൻ കാരണം. അപ്പോൾ ഇനി ഇത് ഞാൻ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രഷ് ചാമ്പയ്ക്ക ജ്യൂസ് ഇവിടെ റെഡിയാണ്. ഞാൻ ഫ്രൂട്ടോമാൻ്റെ ഒരു 700 ml സ്ക്വാഷിൻ്റെ ബോട്ടിലാണ് ഇതിപ്പോൾ ഒഴിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനതിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി ഒന്ന് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെർവ് ചെയ്ത് നമ്മുടെ ആഷുമോക്ക് കൊടുക്കും. അപ്പോൾ ആഷുമോൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യാതെയാണ് എടുത്ത് കൊടുക്കാൻ പോകുന്നത് മോക്ക്. അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കട്ടെ കേട്ടോ. കട്ട വെയിറ്റിംഗ് ആണ് ആഷുമോൾ. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഞാൻ ഈ സ്ക്വാഷിൻ്റെ ഒഴിക്കുകയാണ്. ഒരു 1/4 ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആഷുമോക്ക് തണുപ്പ് ഇഷ്ടമാണ്. അതുകൊണ്ട് ആഷുമോക്ക് തണുത്തതാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് ഇട്ടത്. മധുരം പോരാ എന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടി മധുരം ഒഴിക്കാം കേട്ടോ. എക്സ്ട്രാ മധുരം ആഡ് ചെയ്യാം നിങ്ങൾ ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഇത് മതിയായിരിക്കും മധുരം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കട്ടെ. യമ്മി. ഓക്കെ, സോ ഞാൻ ആഷുമോക്ക് കൊടുക്കുവാണ്. ആഷുമോളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടോ? Yummy. Really? Yeah. Okay, you can drink it now. So nice. So nice. Thank you. Thank you.